എന്താണ് ഫ്ലുവൻസി? ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ കോൺഫിഡൻസോട് കൂടി പറയാൻ കഴിയുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല, പഠിച്ച കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ച് സംസാരിക്കാൻ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിനോടുമായി കണക്ട് ചെയ്ത് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രസൻറ്റ്, അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം, അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ്, അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം അല്ലേ? ഇനി ഈ 4 കാര്യങ്ങളും നമ്മൾ ഒന്ന് മറ്റൊന്നിനോട് കണക്ട് ചെയ്ത് എങ്ങനെ പറയാൻ നോക്കാം. അതിനെയാണല്ലോ ഫ്ലുവൻസി എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. നമുക്കൊരു ഉദാഹരണം നോക്കാണ്. എന്താണ്? ഹീ സ്റ്റഡീസ് വെൽ. എന്താണ്? ഹീ സ്റ്റഡീസ് വെൽ. അവൻ നന്നായി പഠിക്കാറുണ്ട്. ഇതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ് അല്ലേ? സബ്ജക്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം, SES ഫോം. ഇനി ഇതേ സെന്റൻസിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആണ് ഇവിടെ. എന്താണ്? ഹി ഈസ് സ്റ്റഡിയിങ് വെൽ. അവൻ നന്നായി പഠിക്കുന്നുണ്ട്. അവൻ നന്നായി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ഈസ് ആറിന്റെ കൂടെ ING ഫോം ആണല്ലോ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം. ഇനി അതേ സെന്റൻസിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹി ഹാസ് സ്റ്റഡീഡ് വെൽ. ഹി ഹാസ് സ്റ്റഡീഡ് വെൽ. അവൻ നന്നായി പഠിച്ചിട്ടുണ്ട് ആണല്ലോ. ഇനി ഇതേ സെന്റൻസിന്റെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ആണ്. ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് വെൽ. അവൻ നന്നായി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ നന്നായി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഈ 4 കാര്യങ്ങളും നമുക്ക് എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് പറയാൻ നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ബിക്കോസ് എന്ന് പറയുന്ന കൺജക്ഷൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പറയാൻ നോക്കാം. ഞാൻ പറയാണ്, നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് ഷീ ഈസ് വെരി ഹാപ്പി. ഷീ ഈസ് വെരി ഹാപ്പി. ഇതൊരു സിമ്പിൾ പ്രസന്റ് ആണ്. ഷീ ഈസ് വെരി ഹാപ്പി. അവൾ വളരെ ഹാപ്പിയാണ്. എന്താ കാരണം? ബിക്കോസ് ഷീ ഹാസ് പാസ്ഡ് ദി എക്സാം. ബിക്കോസ് ഷീ ഹാസ് പാസ്ഡ് ദി എക്സാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ആദ്യത്തെ ഈ ഒരു സെന്റൻസ് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമതാണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റും അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ബിക്കോസ് എന്ന് പറയുമ്പോൾ നിർബന്ധമില്ല. പറയുമ്പോൾ നമ്മൾ ബിക്കോസ് പറയും, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പറയാം, ഇങ്ങനെ ഷീ ഈസ് വെരി ഹാപ്പി, ഷീ ഹാസ് പാസ്ഡ് ദി എക്സാം. ബിക്കോസ് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവും അല്ലേ? എന്താണ്? ഷീ ഈസ് വെരി ഹാപ്പി ബിക്കോസ് ഷീ ഹാസ് പാസ്ഡ് ദി എക്സാം. അവൾ വളരെ ഹാപ്പിയാണ് കാരണം അവൾ എക്സാം പാസ്സായി, അല്ലെങ്കിൽ എക്സാം പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഹി ഹാസ് ഗോൺ ടു ഹോസ്പിറ്റൽ. ഹി ഹാസ് ഗോൺ ടു ഹോസ്പിറ്റൽ. ഇതേതാണ്? ഇത് പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? എന്താണ്? ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഹി ഹാസ് ഗോൺ ടു ഹോസ്പിറ്റൽ. അവൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. കാരണം ബിക്കോസ് ഹി ഹാസ് എ ടൂത്ത് ഏക്ക്. അവനക്ക് എന്താണ്? അവനക്ക് പല്ലുവേദനയാണ്. അപ്പോൾ എന്തായി? ഹി ഹാസ് ഗോൺ ടു ഹോസ്പിറ്റൽ ബിക്കോസ് ഹി ഹാസ് എ ടൂത്ത് ഏക്ക്. ക്ലിയർ? ഇനി നമ്മുടെ മൂന്നാമത്തെ സെന്റൻസ് ആണ്. കണ്ടോ? ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 3 hours. എന്താണ്? ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 3 hours. അവൻ 3 മണിക്കൂറായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇതേതാണ്? ഇത് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം അല്ലേ? എന്താ കാരണം? ബിക്കോസ് ഹി ട്രസ്റ്റ് യു. കാരണം അവൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 3 hours ബിക്കോസ് ഹി ട്രസ്റ്റ് യു. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം. അതുപോലെ ഇതെന്താണ്? നമ്മുടെ സിമ്പിൾ പ്രസന്റ്. പറഞ്ഞു വരുന്നത് നമുക്ക് ഏത് സെന്റൻസ്, ഏത് ടെൻസോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു ഫോർമുല ഇല്ല, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടൊരു റൂൾസ് ഇല്ല. ഏത് ടെൻസും ഒന്ന് മറ്റൊന്നിനോട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും മനസ്സിലാവില്ല. ഇത് കാരണം നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ 22ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേ 21 വീഡിയോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം കാണണം. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. അതാണ് ഐ ആം ഗോയിങ് ഔട്ട്സൈഡ് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ് അല്ലേ? ഐ ആം ഗോയിങ് ഔട്ട്സൈഡ് ടു പ്ലേ ക്രിക്കറ്റ്.
Why? Because I have completed my work. കാരണം ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായി കേട്ടോ, ഇതെന്താണ് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം. ഇതാണ് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് സെന്റൻസും മറ്റൊന്നിനോട് കണക്ട് ചെയ്ത് പറയാൻ കഴിയും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കൺജക്ഷൻ മാറ്റി മേടിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ബിക്കോസ് ഉപയോഗിച്ചല്ലോ, ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ് ദാറ്റ്സ് വൈ. എന്താണ് ദാറ്റ്സ് വൈ? ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ്, അതുകൊണ്ട് പറയാം. ഇനി അടുത്താണ് there is a function at my home. There is a function at my home. എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഏതാണ്? ഇത് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ആണ്. അതിന് കാരണം ഈസിൻ്റെ കൂടെ ഉള്ളൂ. ഈസിൻ്റെ കൂടെ ING ഫോം വന്നിട്ടില്ല. ING ഫോം വരികയാണെങ്കിൽ മാത്രമേ അത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ്? അല്ലാത്ത പക്ഷം അത് സിമ്പിൾ പ്രസന്റ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ എന്തായി? there is a function at my home. എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. that's why, അതുകൊണ്ട്, that's why I am calling you. അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിക്കുന്നത്. there is a function at my home. that's why I am calling you. come fast, പെട്ടെന്ന് വരൂ, പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സിമ്പിൾ പ്രസന്റും ഇതെന്താണ് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം. ക്ലിയർ? ഇനി അടുത്താണ് ഞാൻ പറയുന്നു her father has come from Dubai. her father has come from Dubai. അവളുടെ അച്ഛൻ, അവളുടെ ഫാദർ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. that's why, അതുകൊണ്ട്, that's why she is not going to work today. she is not going to work today. അതുകൊണ്ട് അവൾ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സെന്റൻസ് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ്? അതുപോലെ ഇതാണ് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസ് ഏതും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മറ്റൊന്നിനോട് കണക്ട് ചെയ്ത് പറയാം. ഇനി ഞാൻ അടുത്ത് പറയാണ് I like reading. എനിക്ക് വായന ഇഷ്ടമാണ്. എനിക്ക് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. I like reading. എനിക്ക് വായിക്കുന്നത് ഇഷ്ടമാണ്. that's why I have bought some books. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയതെന്നായി. എന്താണ്? I like reading. that's why I have bought some books. എനിക്ക് റീഡിങ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയതായി, അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്താണ് he works hard every day. അവരെന്നും നന്നായി ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യാറുണ്ട്. that's why, അതുകൊണ്ട് he has got a promotion. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടി? അവനക്കൊരു പ്രൊമോഷൻ ലഭിച്ചു, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ കണ്ടോ, ഇതെന്താണ്? ഇത് നമ്മുടെ സിമ്പിൾ പ്രസന്റ്. ഇതാണ് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ്. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൺജക്ഷൻ മാറ്റി പിടിക്കാം. ആദ്യം നമ്മൾ ബിക്കോസ് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ദാറ്റ്സ് വൈ ഉപയോഗിച്ചു. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ് എന്താ? ബട്ട്, പക്ഷേ. അടുത്താണ് ഷീ ഈസ് എ ഗുഡ് സിംഗർ. അവൾ നല്ലൊരു പാട്ടുകാരിയാണ്. ബട്ട്, പക്ഷേ, ഷീ ഹാസൻറ്റ് ഗോട്ട് എനി അവാർഡ് യെറ്റ്. പക്ഷെ ഇതുവരെ അവൾക്ക് ഒരു അവാർഡും കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ ഇതുവരെ എന്ന് പറയുന്ന വേർഡിന് വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ച്? നമ്മൾ യെറ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച്. യെറ്റ് എന്ന് പറയുന്ന വേർഡിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്നാമതാണ് ഇതുവരെ. എന്താണ് ഇതുവരെ? രണ്ടാമതാണെന്ന് പറയുമോ? രണ്ടാമതാണ് എന്നിട്ട് പോലും. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? യെറ്റ് എന്ന് പറയുന്ന വേർഡിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്നാമതാണ് ഇതുവരെ, രണ്ടാമതാണെന്ത്? എന്നിട്ട് പോലും. എന്ന് വെച്ചാൽ 2 വ്യത്യസ്ത സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യെറ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഇതിൻ്റെ അർത്ഥം എന്താ പറയുക? എന്നിട്ട് പോലും എന്നർത്ഥം. എന്നിട്ടും അല്ലെങ്കിൽ എന്നിട്ട് പോലും. അല്ലാത്ത പക്ഷം ഇതിൻ്റെ അർത്ഥമാണ് ഇതുവരെ എന്നാണ്. ഓക്കെ, എന്താണ് ഇതുവരെ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതുവരെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇത് സാധാരണ സെന്റൻസിൻ്റെ ലാസ്റ്റാണ് ഉപയോഗിക്കുക. ഓക്കെ, അത് മറക്കരുത്. ഇനി കണ്ടോ, ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ്, ഇവിടെ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ്. ഇനി അടുത്താണ് ഹി സ്റ്റഡീസ് വെൽ. അവൻ നന്നായി പഠിക്കാറുണ്ട്. യെറ്റ്, എന്നിട്ട് പോലും, ഹി ഹാസ് ഫെയിൽഡ് എക്സാം. എന്നിട്ട് പോലും അവൻ പരീക്ഷയിൽ തോറ്റുപോയി. കേട്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ യെറ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു. ഇവിടെ എന്താ അർത്ഥം വരിക? ഇവിടെ യെറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥമാണ് എന്നിട്ട് പോലും. അതിന് കാരണം കണ്ടോ, ഹി ഹാസ് ഫെയിൽഡ് എക്സാം എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റിലെ ഒരു സെന്റൻസ് ആണ്. അതുപോലെ ഹി സ്റ്റഡീസ് വെൽ, ഇതെന്താണ്? നമ്മുടെ സിമ്പിൾ പ്രസന്റ് എന്ന് വെച്ചാൽ 2 വ്യത്യസ്ത സെന്റൻസുകളെ കൂട്ടി യോജിപ്പിച്ചു അല്ലേ? കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചു? നമ്മൾ യെറ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു. അതുകൊണ്ട് അവിടെ യെറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥമാണ് എന്നിട്ട് പോലും. ഇനി അടുത്താണ് ഷീ വർക്ക്സ് ഹാർഡ്.
അവൾ നന്നായി ജോലി ചെയ്യാറുണ്ട്. ബട്ട് പക്ഷേ ഷി ഹാസൻറ്റ് ഗോട്ട് എനി പ്രൊമോഷൻ സോ ഫാർ. സോ ഫാർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇതുവരെ എന്നാണ്. സോ ഫാർ എന്ന് പറഞ്ഞാലും ഇതുവരെ എന്നർത്ഥം. ഓക്കെ, അവൾ നന്നായി ജോലി ചെയ്യാറുണ്ട്, പക്ഷേ അവൾക്ക് ഇതുവരെ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല എന്നായി. അപ്പോൾ ഇത് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ്, അതുപോലെ ഇതെന്താണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ്. ക്ലിയർ? ഇനി അടുത്താണ് ഐ ആം നോട്ട് വെൽ ടുഡേ. ഇന്ന് എനിക്ക് സുഖമില്ല. സ്റ്റിൽ, എന്നിട്ട് പോലും ഐ ഹാവ് ബീൻ ഹെൽപ്പിംഗ് യു സിൻസ് മോർണിംഗ്. എന്നിട്ട് പോലും ഞാൻ നിങ്ങളെ രാവിലെ മുതൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഐ ആം നോട്ട് വെൽ ടുഡേ, സ്റ്റിൽ ഐ ഹാവ് ബീൻ ഹെൽപ്പിംഗ് യു സിൻസ് മോർണിംഗ്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതുപോലെ വ്യത്യസ്ത സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.